അസ്സലാമലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ വരുത്തുക? ഫേസിൽ മാത്രമല്ല, നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വരുത്താനായിട്ട് പറ്റും. അതും വീട്ടിലുള്ള ഒരൊറ്റ എണ്ണ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു എണ്ണ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അച്ചാറിടാനോ ദോശക്കല്ലിൽ തേക്കാനോ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാറായിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാജിക് ഓയിലാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഓയിൽ നമുക്ക് ഫേസിനും ബോഡിയിലും ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ തരും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഈ ഒരു ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ട് പ്രത്യേകത അല്ല കേട്ടോ. ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ വരുന്ന ഈ ഒരു മുഖക്കുരുവിന്റെ പാടുകൾ അല്ലെങ്കിൽ മുറിവുകൾ കൊണ്ടുണ്ടാകുന്ന പാടുകൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. ആന്റി ഏജിങ് ആണ്. നമുക്ക് ഒരു 40-50 വയസ്സായാൽ പോലും ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. നമുക്ക് ഏജ് കുറയുന്നതായിട്ട് നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനെന്ന് പറഞ്ഞാൽ എക്സ്ഫോളിയേറ്റ് ആണ്, അടിപൊളിയായിട്ടുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റ് ആണ്. ഡെഡ് സെല്ല് മാറ്റും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഓയിൽസ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതൊന്നും അല്ല, ഇത് കംപ്ലീറ്റ് ആന്റി ഓക്സിഡന്റ് ആണ്, എക്സ്ഫോളിയേറ്റ് ആണ്. സ്കിന്നിനുള്ള മുറിവുകളോ പാടുകളോ ഒക്കെ സ്കിന്ന് ഹീൽ ചെയ്തിട്ട് ഇത് എല്ലാം നമ്മുടെ ഏജ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഓയിലാണ്. അത് വെച്ചിട്ടുള്ള 7 ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മിസ് ചെയ്യരുത്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണുന്നത് ഒന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള 7 ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓയിൽ എന്നല്ലാതെ ഏത് ഓയിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലെണ്ണയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു നല്ലെണ്ണ വെച്ചിട്ട് സൂപ്പർ ബെനിഫിറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. രക്തോട്ടം എന്ന് വെച്ചാൽ നല്ല പമ്പ് ചെയ്തോലെ പോകും. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലുള്ള പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചേഞ്ച് വരും. നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലഷിങ് വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ടാൻസ് റിമൂവ് ആവും, നന്നായിട്ട് കളർ വെക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ശരീരത്തിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങളാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു എണ്ണ തേച്ചിട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ മിനിമം ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും കുളിക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് അറിയാം. പക്ഷെ ഒരാഴ്ച നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ നമുക്ക് 7 രീതിയിലാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ എടുക്കുക. അതായത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ എടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂണാണ് ബട്ടർ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത്, അതായത് നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഫേസിലും കഴുത്തിലും ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം സാധാരണ കുളിച്ച് കയറുന്ന പോലെ തന്നെ കുളിച്ച് കയറിയാൽ മതി. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ ഭയങ്കര റിസൾട്ട് ആണ് കേട്ടോ. അപ്പം ഈ ഒരു നമ്മുടെ നല്ലെണ്ണ എടുക്കുക, അതിലോട്ട് കാസ്റ്റർ ഓയിൽ ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിനു ശേഷം ബോഡി കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുളിച്ച് കയറാവുന്നതാണ്. പിന്നെയുള്ളത് തന്നെ ഗ്രാമ്പു ഓയിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ഈ ഒരു നല്ലെണ്ണ എടുക്കുക, അതിലോട്ട് ഒരു ആറ് ഗ്രാമ്പൂവിന്റെ പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് ഒരു 12 മണിക്കൂറെങ്കിലും ആ എണ്ണ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് മിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സത്ത് ആ എണ്ണയിലോട്ട് ഇറങ്ങും. ഇനി അത് തേച്ച് നമുക്ക് കുളിച്ച് കയറാവുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ലെണ്ണയിലോട്ട്, അതായത് 1 ടീസ്പൂൺ നല്ലെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബദാം ഓയിൽ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ആ ചെറു ചൂടോടുകൂടി ബോഡിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കുളിക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ നല്ലെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു 8 ഇല, അതായത് മിന്റിന്റെ ഇല ഉണ്ടല്ലോ, മിന്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് ചൂടാക്കരുത്, തിളപ്പിക്കരുത്. ചെറുതായിട്ട് ചൂടാക്കിയ എണ്ണയിലോട്ട് മിന്റ് ലീഫ് ചേർക്കുക. അതിനുശേഷം 1 മണിക്കൂർ ആ ഒരു മിന്റ് ലീഫിന്റെ സത്ത് ഇറങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ മസാജ് ചെയ്ത് തേച്ച് കൊടുത്തിട്ട് കുളിച്ച് കയറാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ വരാനായിട്ടാണെങ്കിൽ ഈ നല്ലെണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും ഓയിലിന്. ഇത് നമുക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം. ഈ ഒരു ടിപ്പ് ആണുങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇത് പെണ്ണുങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഫേസിലുള്ള രോമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ നല്ലെണ്ണ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരാണെങ്കിൽ
കഴുത്തിൽ ഡാർക്ക് സർക്കിൾ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇനി നിങ്ങൾക്ക് കഴുകിക്കളയാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി. സോപ്പിട്ട് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന്റെ ഗുണം നമ്മുടെ കഴുത്തിലും കണ്ണിലും നിൽക്കുകയും ചെയ്യും, എങ്കിൽ നമുക്കതൊരു കിടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള 7 ടിപ്സ് ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് കൂടുതൽ ടിപ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള 7 ടിപ്സ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ ഈ ബദാം ഓയിലിന്റെ ആണെങ്കിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നല്ല ബ്രാൻഡിന്റെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഹ്യൂജ് റെസ്പോൺസാണ് കിട്ടിയത്. നമുക്ക് അത്യാവശ്യം ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ പിൻ ചെയ്തേക്കാം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാണ് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മോഹനാണ്. കൺഗ്രാറ്റുലേഷൻസ് മോഹൻ. അപ്പോൾ വിന്നർ ആയ ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് റാൻഡമായിട്ട് ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എത്രയാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് അതിൻ്റെ ഒരു വിഹിതം നിങ്ങളിലോട്ടും ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. വിന്നർ ആയ ആൾ ആ ഒരു മെയിൽ IDയിലോട്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഗിഫ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.